ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ടാപ്പ് റൂട്ട് പ്രൊട്ടക്ട്സ് പ്ലാന്റ്സ് ഫ്രം വിച്ച് ഓഫ് ദീസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ആങ്കറേജ്, അൺആങ്കറേജ്, സോയിൽ എറോഷൻ, നൺ ഓഫ് ദീസ്. ഓക്കെ, ഇതിൽ ഏതിൽ നിന്നാണ് ടാപ്പ് റൂട്ട് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അപ്പം മെയിനായിട്ട് നമുക്കറിയാം 2 റൂട്ട് സിസ്റ്റമാണ് ഉള്ളത് അല്ലേ. ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം, അതുപോലെ തന്നെ വേറൊരെണ്ണം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം അതുപോലെ തന്നെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇതിൽ തന്നെ കൂടുതലും ഒരു എടുത്ത് ചോദിക്കുകയാണ് ടാപ്പ് റൂട്ടിൻ്റെ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ടാപ്പ് റൂട്ടിൻ്റെ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാന്റ്സിനെ എന്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് അൺആങ്കറേജ് ആണ്. ആങ്കറേജ് അല്ല, അൺആങ്കറേജിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. അതായത് വേരറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് നല്ല ഡീപ്പിൽ വളർന്നു പോകുന്ന വേരാണ്, മെയിൻ ആയിട്ടുള്ള ഒരു വേരാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. നല്ല ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ ഇതായിരിക്കും, വേരുകളായിരിക്കും. ഇതെന്ന് പറയുന്നത്, ഈ റൂട്ട് എന്ന് പറയുന്നത് ഒരു മെയിൻ റൂട്ടായിരിക്കും. ഓക്കെ, ഈ ഫൈബ്രസിൽ അങ്ങനെ ഉണ്ടാവത്തില്ല, എല്ലാം ഒരേ വലിപ്പത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഗ്രാസ് നമ്മൾ പുല്ല് പിഴുത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം ഇങ്ങനെ നാര് പോലെ ഫൈബേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും ഒരെണ്ണം എന്തില്ല, സൈസ് കൂടിയതായിട്ടോ കുറഞ്ഞതായിട്ടോ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല, എല്ലാം ഒരുപോലെയാണ്. പക്ഷെ ടാപ്പ് റൂട്ടിൽ അങ്ങനെയല്ല, എന്താണ്, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടാവും. അതാണ് എന്ത് ചെയ്യുന്നത്, അൺആങ്കറേജിൽ നിന്ന് പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് ഗ്യാസ് ഈസ് ഫൗണ്ട് ഇൻ ദ സൺ മാക്സിമം? ഓക്കെ, സണ്ണിൽ മാക്സിമം ഇത് ഉള്ളത് ഏത് ഗ്യാസാണ്? അതായത് സണ്ണിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സണ്ണിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഏതാ? ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഏതാണ്? നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ് സണ്ണിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ തമ്മിൽ എന്താണ്, ഫ്യൂസ് ചെയ്തിട്ടാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്നിട്ടാണ് സണ്ണിൽ എന്ത് ചെയ്യുന്നത്, എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്ന് ഫ്യൂസ് ചെയ്ത് ഹീലിയമായിട്ട് മാറുന്നു. അപ്പം ആ ഫ്യൂസ് ചെയ്യുന്നത് ഫലമായിട്ട് എന്ത് ചെയ്യും, എനർജി എമിഷൻ നടക്കും. അതിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ പ്രസന്റ് ഇൻ സൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹൈഡ്രജൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് ഓഫ് ദീസ് ഈസ് നോൺ ആസ് മോർണിംഗ് സ്റ്റാർ? നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ ഈവനിങ് സ്റ്റാർ ഏതാണെന്നുള്ളത്. ഈവനിങ് സ്റ്റാർ തന്നെയാണ്, അതായത് നമ്മുടെ വീനസ് തന്നെയാണ്. വീനസിലാണ് വേറെ എന്തുണ്ട്, ഒരെണ്ണം ഒരു നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ലക്ഷ്മി പ്ലാനം പ്ലേറ്റ് 2 കാണപ്പെടുന്നത് ഏത് എന്താണ് പ്ലാനറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീനസിലാണ്. ഓക്കെ, വീനസിലാണ് ലക്ഷ്മി പ്ലാനം പ്ലേറ്റ് ഉള്ളത്. മാത്രമല്ല നമ്മൾ പറഞ്ഞു എന്താണ്, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് റിവോൾവ് ചെയ്യുന്നത്. നാച്ചുറൽ സാറ്റലൈറ്റ് ഒന്നും തന്നെ ഇല്ല. എന്താണ്, എർത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്നത്, അതായത് എർത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്നത് നോക്കുമ്പോൾ നമ്മൾ ചാടിക്കയറി എന്ത് ചെയ്യും, മാർസ് മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാർസ് എന്ന് പറയുന്നത് എന്താണ്, എർത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്ലാനറ്റ് തന്നെയാണ്. പക്ഷേ എന്ന് പറയുന്നത് കൂടുതൽ അടുത്ത് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വീനസ് ആണ്. ഓക്കെ, നമ്മൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, എന്താണ് പിക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, വീനസ് ആണ്. അപ്പം വീനസ് എന്ന് പറയുന്നതാണ് എർത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാർസിനെ കാട്ടി അടുത്ത് നിൽക്കുന്നത് വീനസ് ആണ്. ശരി, അടുത്തത് വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ലാസ് വെഗാസ് ഓഫ് ഏഷ്യ എന്നാണ് ചോദിക്കുന്നത്. ഏഷ്യയുടെ ലാസ് വെഗാസ് ഏതെന്നാണ് ചോദിക്കുന്നത്. മക്കാവോ ഉണ്ട്, ടോക്കിയോ ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്, ബെയ്ജിംഗ് ഉണ്ട്. ഏതാണ്? മക്കാവോ ആണ്. ഓക്കെ, മക്കാവോ ആണ് എന്ത്, ലാസ് വെഗാസ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത്. ചൈനയിലുള്ള ഒരു സ്ഥലമാണ് മക്കാവോ എന്ന് പറയുന്നത്. അതാണ് ലാസ് വെഗാസ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അതായത് ഈ ലാസ് വെഗാസിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം എന്താണ്, ഗാംബ്ലിംഗ് ആണ് ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ഇതാണ് റീജിയനാണ് എന്ന് പറയുന്നത്, സ്ഥലമാണ് ലാസ് വെഗാസ് എന്ന് പറയുന്നത്. അപ്പം ഈ ലാസ് വെഗാസ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ചൈനയിലുള്ള മക്കാവോ ആണ്. സെയിം, അതാണ് ഗാംബ്ലിങ്ങിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഏഷ്യൻ സിറ്റിയാണ് ഈ മക്കാവോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹൂ ഇസ് ദ ലാസ്റ്റ് എംപറർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താനേറ്റിൻ്റെ ലാസ്റ്റ് എംപറർ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. കുത്ബുദ്ദീൻ ഐബക്ക്, ഇബ്രാഹിം ലോധി, ഷേർഷാ സൂരി, ഇൽത്തുമിഷ്. ഓക്കെ, നമ്മൾ ആൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. ഏതെന്ന്, നമ്മുടെ ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് പറഞ്ഞ സമയത്ത് അവിടെയും നമ്മുടെ ഈ പേര് കണ്ടതാണ്. അതായത് നമ്മുടെ ഇബ്രാഹിം ലോധിയാണ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഫൗട്ട് ചെയ്യുന്നത് ബാബറുമായിട്ട് 1526. അപ്പോഴാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്. പിന്നീട് മുഗൾ എംപയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ലാസ്റ്റ് റൂളർ ആരാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് എംപറർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോധി ഡൈനാസ്റ്റിയിലുള്ള ഇബ്രാഹിം ലോധിയാണ്. ഓക്കെ, നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഹൂ അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് INC എന്നാണ് ചോദിക്കുന്നത്. INC ആയിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഫിറോസ് ഷാ മേത്ത, ദാദാഭായ് നവറോജി, കർത്താർ സിംഗ്, മൗലാന ആസാദ്.
ആരാണ് അറിയാം? കർത്താർ സിംഗ് ആണ്. കർത്താർ സിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്താണ്? ഗദ്ദർ പാർട്ടി. ഓക്കെ, മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഗദ്ദർ പാർട്ടിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് 1913 ഗദ്ദർ പാർട്ടി വരുന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണെന്ന് പറഞ്ഞു. ലാലാ ഹർദയാൽ ആണെന്നും പറഞ്ഞു. ഓക്കെ, ലാലാ ഹർദയാലാണ് ഗദ്ദർ പാർട്ടി ഫോം ചെയ്യുന്നത്. അപ്പം ഗദ്ദർ പാർട്ടിയിലുള്ള ഒരു മെമ്പറാണ് ഈ കർത്താർ സിംഗ് എന്ന് പറയുന്നത്. ഫുൾ പേരെന്ന് പറയുന്നത് കർത്താർ സിംഗ് സരഭ എന്നാണ്. ഈ പുള്ളിയുടെ റെവല്യൂഷണറി ഐഡിയാസും അതുപോലെ തന്നെ റെവല്യൂഷണറി ആക്ടിവിറ്റീസിലും ഇൻസ്പയർഡ് ആയിട്ടാണ് ഭഗത് സിംഗ് എന്ത് ചെയ്യുന്നത്, ഒരു റെവല്യൂഷണറി ആയിട്ട് മാറി വരുന്നത്. ഓക്കെ, അപ്പം ഭഗത് സിംഗിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ലീഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ കർത്താർ സിംഗ് സരഭയാണ്. ഓക്കെ, നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാണ്. ദർ ആർ ഹൗ മെനി സ്റ്റാർസ് ഇൻ ഇന്ത്യൻ റെയിൽവേ ലോഗോ? ഇന്ത്യൻ റെയിൽവേ ലോഗോയിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇന്ത്യയിൽ എത്ര ഹൈക്കോർട്ട് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 ആണെന്ന് നമ്മൾ പറഞ്ഞു. 25 ഹൈക്കോർട്ട്സ് ഉണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞു. നമ്മുടെ അശോക ചക്രയിൽ എത്ര സ്പോക്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 24 എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞതാണ് റെയിൽവേ ലോഗോയിൽ എത്ര സ്റ്റാർസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 17 സ്റ്റാർസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, റെയിൽവേ ലോഗോയിൽ 17 സ്റ്റാർസ് ആണ്. ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ചെയ്ത ഇയർ ഏതാണ്? 1951 ആണ്. 1951 ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഹു ലോഞ്ച്ഡ് കോമൺവെൽത്ത് മാഗസീൻ ലോഞ്ച് ചെയ്തത് ആരാണെന്നാണ് ചോദിക്കുന്നത്. BG തിലക്, മഹാത്മാഗാന്ധി, ആനി ബസന്റ്, BR അംബേദ്കർ. BG തിലക് എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്, BR അംബേദ്കർ നമുക്കറിയാം ഭീം റാവു അംബേദ്കർ. ഓക്കെ, അപ്പം കോമൺവെൽത്ത് മാഗസീൻ ലോഞ്ച് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ആനി ബസന്റ് ആണ്. ആനി ബസന്റിന്റെ രണ്ട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കോമൺവെൽത്ത് ഉണ്ട്, വേറൊരെണ്ണുണ്ട് ന്യൂ ഇന്ത്യ. ഓക്കെ, ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആനി ബസന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബാലഗംഗാധര തിലകിന്റെ രണ്ട് ന്യൂസ് പേപ്പർ ഏതൊക്കെയാണ്? കേസരി ഉണ്ട്, അതുപോലെ തന്നെ മറാത്തയും കേസരിയും ബാലഗംഗാധര തിലകിന്റെ ന്യൂസ് പേപ്പറാണ്. കേസരി എന്ന് പറയുന്നത് മറാത്തി ഭാഷയിലും മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുമുള്ള ന്യൂസ് പേപ്പറാണ്. മാറിപ്പോരുത്. മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറും കേസരി എന്ന് പറയുന്നത് മറാഠിയിലുള്ള ന്യൂസ് പേപ്പറുമാണ്. ആരുടെ? ബാലഗംഗാധര തിലകിന്റെ. മഹാത്മാഗാന്ധിക്കുള്ളത് നമുക്കറിയാമല്ലോ, നവജീവൻ ഉണ്ട്, യങ് ഇന്ത്യ ഉണ്ട്, ഇന്ത്യൻ ഒപ്പീനിയൻ ഉണ്ട്, ഹരിജൻ ഉണ്ട്. ഈ 4 പത്രങ്ങളും ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ ഉണ്ട് നമ്മുടെ BR അംബേദ്കറിനും ഉണ്ട് 2 പത്രങ്ങൾ. ഏതൊക്കെയാണ്? ഒന്ന് മൂക് നായക്, പിന്നെ ഉണ്ട് ബഹിഷ്കൃത് ഭാരതും ആരുടേതാണ്? BR അംബേദ്കറിന്റെയാണ്. കോമൺവെൽത്തും ന്യൂ ഇന്ത്യയും ആരുടേതാണ്? ആനി ബസന്റിൻ്റെതാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ആനി ബസന്റ് ഹാഡ് ഡൈഡ് ഇൻ വിച്ച് ഇയർ എന്നാണ് ചോദിക്കുന്നത്. ഏത് വർഷമാണ് ആനി ബസന്റ് മരണപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. 1933, 1919, 1943, അതുപോലെ തന്നെ 1916. ഏത് വർഷമാണ്? 1933 ആനി ബസന്റ് മരിക്കുന്നത്. ഓക്കെ, 1990 പ്രത്യേകത നമ്മൾ പറഞ്ഞതാണ്. ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് മസേക്കർ നടക്കുന്നതും 1919 നമ്മൾ പറഞ്ഞു. 1960 നമ്മൾ പറഞ്ഞതാണ് എന്താണ്? ലക്നൗ സെഷൻ നടക്കുന്നു. INCയുടെ ലക്നൗ സെഷൻ നടക്കുന്നത് 1916 ആ സമയത്താണ് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും എന്ത് ചെയ്യുന്നത്? റീയൂണേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഗാർഡൻ ഓഫ് സ്പൈസസ് എന്നാണ് ചോദിക്കുന്നത്. ഗാർഡൻ ഓഫ് സ്പൈസസ് എന്നറിയപ്പെടുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ജമ്മു കാശ്മീർ, കേരള, ഹിമാചൽ പ്രദേശ്, കർണാടക. ഏതാണ്? കേരളയാണ്. ഓക്കെ, കേരളമാണ്. നമുക്കറിയാം ഗാർഡൻ ഓഫ് സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം കേരളമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മെൻഷൻ ചെയ്ത പോയിന്റ് ആണ് ജമ്മു കാശ്മീർ എന്നറിയപ്പെടുന്നത്. ജമ്മു കാശ്മീർ ഏതിനാണ് ഫേമസ്? അതായത് ഏതിന്റെ പ്രൊഡക്ഷനാണ് ഫേമസ്? നമ്മൾ പറഞ്ഞതാണ് സാഫ്രോൺ. ഓക്കെ, സാഫ്രോണിന് ഫേമസ് ആയിട്ടുള്ളതാണ് ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ സാഫ്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിയൻ ടെറിട്ടറിയാണ് ജമ്മു കാശ്മീർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തുണ്ട്? ഹിമാചൽ പ്രദേശ് ഉണ്ട്. ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫ്രൂട്ട് ബൗളാണ്. ഓക്കെ, ഫ്രൂട്ട് ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഏറ്റവും കൂടുതൽ പഴങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് ഫ്രൂട്ട് ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ എന്തുണ്ട്? മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഹരിയാനയാണ്. മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. അപ്പോൾ ഹരിയാനയുടെ അയൽക്കാരനായിട്ടുള്ള ആളാണെന്ന് നമുക്കറിയാം. ആരാ? ഓക്കെ, ഹരിയാനയുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ഏതാണ്? പഞ്ചാബ് എന്തിനാണ് ഫേമസ്? പഞ്ചാബിനെ അറിയപ്പെടുന്നത് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. ഫ്രൂട്ട് ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ഗാർഡൻ ഓഫ് സ്പൈസസ് കേരളയാണ്. ഏറ്റവും കൂടുതൽ സാഫ്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ജമ്മു ആൻഡ് കാശ്മീർ. കർണാടക ഏറ്റവും കൂടുതൽ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്.
സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത് കർണാടക എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ കഫീൻ ഏറ്റവും കൂടുതൽ കഫീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഈ കർണാടകയാണ്. കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് കർണാടകയാണ്. ശരി, അടുത്തത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇൻ 1856 ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് പ്രൊവിഷൻ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. ഇൻ 1856 ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് കൊണ്ടുവരുന്നത്. ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് കൊണ്ടുവരുന്നത് 1856 അതിൻ്റെ ക്രെഡിറ്റ്, അത് കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതി ഉണ്ട്, രാജാറാം മോഹൻ റോയ് ഉണ്ട്, ഹെൻറി വിവിയൻ ദെറോസിയോ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഏതാണ് ആൻസർ? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് ഹിന്ദു വിഡോസ് റീമാരേജ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് 1856. ആ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ആ സമയത്ത് എന്താണ്? ഗവർണർ ജനറൽ. ആ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹൌസി ആയിരുന്നു. ആ സമയത്ത് ഗവർണർ ജനറൽ എന്ന് അറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ഡൽഹൌസി ആയിരുന്നു ആ സമയത്ത് ഗവർണർ ജനറൽ. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് രാജാറാം മോഹൻ റോയ്. കുറച്ച് പേരെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും, രാജാറാം മോഹൻ റോയ് അല്ലേ? അല്ല, രാജാറാം മോഹൻ റോയ് സതി അബോളിഷ് ചെയ്യുന്ന സമയത്ത്, അതായത് 1829 സതി അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത അതാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അബോളിഷ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഗവർണർ ജനറലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹം. ആരാണ്? വില്യം ബെൻഡിക് ആണ്. വില്യം ബെൻഡിക് 1829, ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1829 സതി അബോളിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് 1857 ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട്. അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനാണ്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC എന്നാണ് ചോദിക്കുന്നത്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? എവോ ഹ്യൂം, WC ബാനർജി, ബദറുദ്ദീൻ തിയാബ്ജി, ദാദാഭായ് നവറോജി. ആരാണ് ആദ്യത്തെ പ്രസിഡന്റ്? ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WC ബാനർജിയാണ്. അതായത് ഉമേഷ് ചന്ദ്ര ബാനർജി. INCയുടെ സെക്രട്ടറി അല്ലെങ്കിൽ INC ഫൗണ്ട് ചെയ്ത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവോ ഹ്യൂമാണ്. അലൻ ഒക്ടോവിയൻ ഹ്യൂം. അയാളാണ്. ഈ അലൻ ഒക്ടോവിയൻ ഹ്യൂമിനെയാണ് നമ്മൾ വേറെ ഒരു വിളിപ്പേര് വിളിക്കുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് എവോ ഹ്യൂമാണ്. ഓക്കെ, ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് സലീം അലി. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ സലീം അലിയും ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്നത് INCയുടെ ഫൗണ്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ INCയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ടുള്ള എവോ ഹ്യൂമാണ്. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ഉമേഷ് ചന്ദ്ര ബാനർജിയാണ്. ഇനി രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്, സെക്കൻഡ് പ്രസിഡന്റ്. ഇനി മൂന്നാമത്തെ പ്രസിഡന്റ് ആണ് ഈ ബദറുദ്ദീൻ തിയാബ്ജി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ് ഈ നമ്മുടെ ബദറുദ്ദീൻ തിയാബ്ജി എന്ന് പറയുന്നത്. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ്. INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ് ബദറുദ്ദീൻ തിയാബ്ജി. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ ഹാഡ് ബിൽറ്റ് സ്തൂപ ഓഫ് സാഞ്ചി? സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അശോക, കനിഷ്ക, വിഷ്ണുഗുപ്ത, ചന്ദ്രഗുപ്ത, മൗര്യ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഹാഡ് ബിൽറ്റ് സ്തൂപ ഓഫ് സാഞ്ചി സ്തൂപ നിർമ്മിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അശോക, കനിഷ്ക, വിഷ്ണുഗുപ്ത, ചന്ദ്രഗുപ്ത മൗര്യ. ആരാണ്? അശോകയാണ് സാഞ്ചി സ്തൂപം നിർമ്മിക്കുന്നത്. സാഞ്ചി എവിടെയാണ്? സാഞ്ചി മധ്യപ്രദേശിലാണ്. സാഞ്ചി സ്തൂപം മധ്യപ്രദേശിലാണ്. സാഞ്ചി സ്തൂപം നിർമ്മിക്കുന്ന ആരാണ്? ബിൽഡ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അശോകനാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ കലിംഗ വാർ നടക്കുന്നത് BC 261 നമ്മൾ പറഞ്ഞു ഏത് റോക്ക് എഡിറ്റിലാണ് പറയുന്നത്? 13th റോക്ക് എഡിറ്റിലാണ് കലിംഗ വാറിനെ പറ്റി ഉള്ള ഇൻഫർമേഷൻ ഉള്ളത്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഹോമിയോപ്പതി? ഓക്കെ, ഹോമിയോപ്പതിയുടെ ഫൗണ്ടർ ആരാണ്? ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതി ചോദിച്ചു കഴിഞ്ഞാൽ ഹൂ ഇസ് ദ ഫാദർ ഓഫ് ഹോമിയോപ്പതി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? ഹോമിയോപ്പതിയുടെ ഫാദർ ആരാണെന്ന് ചോദിക്കുന്നത് സാമുവൽ ഹനിമാൻ, ഡോക്ടർ ബെനഡിക്ട് ലസ്റ്റർ, ചരക, സുശ്രുത. ആരാണ്? ഹോമിയോപ്പതി സാമുവൽ ഹനിമാനാണ്. ഹനുമാനാണ് ഫാദർ ഓഫ് ഹോമിയോപ്പതി, അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹോമിയോപ്പതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സാമുവൽ ഹനിമാനാണ്. പിന്നെ ആരാണ് ഈ ബെനഡിക്ട് ലസ്റ്റ് എന്ന് പറഞ്ഞാൽ? ബെനഡിക്ട് ലസ്റ്റ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് നാച്ചുറോപ്പതിയാണ്. ബെനഡിക്ട് ലസ്റ്റ് എന്ന് പറയുന്നത്. ചരക ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. ആരാണ് ചരക? ഫാദർ ഓഫ് ആയുർവേദ. ഓക്കെ, ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്ന ആളാണ് ചരക. സുശ്രുതയും ആയുർവേദയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഫാദർ ഓഫ് ആയുർവേദ ചരകയാണ്. ഫാദർ ഓഫ് നാച്ചുറോപ്പതി ബെനഡിക്ട് ലസ്റ്റ് ആണ്. അതുപോലെ ഫൗണ്ടർ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാമുവൽ ഹാനിമാൻ ആണ്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്.
വാട്ട് ഈസ് ദ മിനിമം ഏജ് ഫോർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? പ്രൈം മിനിസ്റ്റർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 25 ഇയേഴ്സ്, 30 ഇയേഴ്സ്, 35 ഇയേഴ്സ്, 21 ഇയേഴ്സ്. എത്രയാണ്? 25 ഇയേഴ്സ് ആണ്. 25 ഇയേഴ്സ് ഉണ്ടെങ്കിലും വേണം മിനിമം എന്താണ് പ്രൈം മിനിസ്റ്ററായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ തന്നെ ഉണ്ട് എന്താണ് പ്രൈം മിനിസ്റ്റർ കൂടുതലും റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ എയ്തർ എന്താണ് രാജ്യസഭയിലെയോ ലോകസഭയിലെയോ മെമ്പർ ആവാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ലോക്സഭാ മെമ്പർ അല്ലെങ്കിൽ ലോക്സഭാ മെമ്പറായിട്ട് നിൽക്കാനുള്ള MP ആയിട്ട് നിൽക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നതും 25 വയസ്സാണ്. എന്നാൽ രാജ്യസഭാ മെമ്പർ ആവണം എന്നുണ്ടെങ്കിൽ 30 വയസ്സ് വേണം. ഓക്കെ, രാജ്യസഭാ മെമ്പറിൻ്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് 30 വർഷമാണ്. അതുപോലെ ലോക്സഭാ മെമ്പറും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ആവാനും വേണ്ടിയിട്ടുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ്. അതുപോലെ തന്നെ 35 വയസ്സെന്ന് പറയുന്നത് ആരാണ്? അത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ ഇവർക്കൊക്കെ 35 ഇയേഴ്സ് എങ്കിലും ഉണ്ടാവണം. അതായത് പ്രസിഡന്റ്, നമ്മൾ പറഞ്ഞു പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഗവർണർ ഇവർക്ക് 35 ഇയേഴ്സ് ഉണ്ടാവണം. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഈ 21 ഇയേഴ്സ്. 21 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പഞ്ചായത്ത് മെമ്പർ ആവണം എന്നുണ്ടെങ്കിൽ 21 വയസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മത്സരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ പ്രസിഡന്റ് ഹു ഹാഡ് എലക്റ്റഡ് വിത്തൗട്ട് എനി ഒപ്പോസ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ വൺ ആൻഡ് ഓൺലി പ്രസിഡന്റ് ഹു ഹാഡ് എലക്റ്റഡ് വിത്തൗട്ട് എനി ഒപ്പോസ്, അതായത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരേ ഒരു പ്രാവശ്യം മാത്രമേ അങ്ങനെ നടന്നിട്ടുള്ളൂ ഇന്ത്യൻ പ്രസിഡന്റായിട്ട്. ആരാണ്? APJ അബ്ദുൽ കലാം, നീലം സഞ്ജീവ റെഡ്ഡി, VV ഗിരി, സക്കീർ ഹുസൈൻ. ഓപ്ഷൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് APJ അബ്ദുൽ കലാമിലോട്ട് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് APJ അബ്ദുൽ കലാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്ത് നിൽക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് തോന്നും. അല്ല, നീലം സഞ്ജീവ റെഡ്ഡിയാണ് എന്ത് ദ വൺ ആൻഡ് ഓൺലി ഇന്ത്യൻ പ്രസിഡന്റ് ഹു ഹാഡ് എലക്റ്റഡ് വിത്തൗട്ട് എനി ഒപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആയിരുന്നു. അതുപോലെ തന്നെ ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, യക്ഷഗാന ഈസ് എ ഫേമസ് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? യക്ഷഗാന ഏത് സ്റ്റേറ്റിൻ്റെ ഡാൻസ് ആണെന്നാണ് ചോദിച്ചത്. നമ്മൾ ഈ ഒരു സീരീസിൽ തന്നെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തതാണ്, കണക്റ്റഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ്. തമിഴ്നാടുവിൻ്റേത് ഭരതനാട്യമാണ്, കർണാടക നമ്മൾ പറഞ്ഞു യക്ഷഗാന, അതുപോലെ തന്നെ ആസാം സാത്രിയയാണ്, കേരള മോഹിനിയാട്ടം, കഥകളി, ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് യക്ഷഗാന ഈസ് എ ഫേമസ് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? കർണാടകയാണ്. ഓക്കെ, നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. വിച്ച് ഗ്യാസ് ഈസ് യൂസ് ടു മേക്ക് റൈപ്പ് ഫ്രൂട്ട്സ്? ഓക്കെ, ഫ്രൂട്ട് റൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കാർബൈഡ്, എത്തിലീൻ, ക്ലോറോഫോം, നൺ ഓഫ് ദീസ്. ഏതാണ്? എത്തിലീൻ ആണ്. എത്തഫോൺ എന്ന് പറയുന്ന ഒരു എന്താണ് ഹോർമോൺ ഉണ്ട്, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? എത്തിലീൻ ഉണ്ടാകുന്നത്. അപ്പം എത്തിലീൻ ആണ് എന്ത് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? എത്തിലീൻ എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ടിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കാർബൈഡ് യൂസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങിന് വേണ്ടിയിട്ടാണ് കാർബൈഡ് യൂസ് ചെയ്യുന്നത്. മറ്റതെന്താണ്? ഏത്തഫോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ഇതിലുള്ള പ്ലാന്റ് ഹോർമോൺ ആണ്. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? എത്തിലീൻ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടാവുന്നത്. അതാണ് റൈപ്പ് ഫ്രൂട്ട് മേക്ക് റൈപ്പ് ഫ്രൂട്ട്സ്, അതായത് ഗ്യാസ് യൂസ് ടു മേക്ക് റൈപ്പ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? കാർബൈഡ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത്, വിച്ച് റിവേഴ്സ് മേക്ക് സുന്ദർബൻ ഡെൽറ്റ ഉണ്ടാക്കുന്ന റിവേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. കൃഷ്ണ, ഗോദാവരി മഹാനദി, സിന്ധു, ഗംഗ, അതുപോലെ ഗംഗ, ബ്രഹ്മപുത്ര. ഏതാണ്? നമുക്കറിയാം എന്താണ്? ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നിട്ടാണ്. ഓക്കെ, ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നിട്ടാണ് വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഡെൽറ്റ ആയിട്ടുള്ള സുന്ദർബൻ ഡെൽറ്റ ഫോം ചെയ്യുന്നത്.